നമ്മൾ ഫൈനലി കാണാൻ പോവാണ്. നമ്മൾ എറണാകുളത്തായതുകൊണ്ട് എറണാകുളത്തുനിന്ന് ഹരിപ്പാട് എത്തിയിട്ട് വേണം കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ടൈം എന്ന് വെച്ചാൽ 11:04. അപ്പം എനിക്ക് കുറച്ച് മിസ്സാവും, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കാണാം. 11:04 ടൈം. അപ്പം നമുക്ക് കുറച്ച് നേരമുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് അവിടെ എത്തുള്ളൂ. 1 മണിക്കൂർ ഒരു മണിക്കാണ് അവിടെ എത്തുന്നത്. 12:30 മാച്ച്. എനിക്ക് അർജൻറ്റീന ജയിച്ചാലും കുഴപ്പമില്ല, സ്പെയിൻ ജയിച്ചാലും കുഴപ്പമില്ല. എനിക്ക് രണ്ടിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഗൈസ് ഞാൻ. പക്ഷേ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു പൊടിക്ക് സ്പെയിനിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേടെ അച്ഛനും അമ്മയും ഒക്കെ അർജൻറ്റീനയ്ക്കാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു പൊടിക്ക് അപ്പോൾ ഞാനൊരു പൊടിക്ക് സ്പെയിനാണ്, പക്ഷെ രണ്ടിടത്തിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ 57 ആണ് ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയത്. ഞാറുമായിരുന്നു 29 മിനിറ്റായി, ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും 2 പേർക്കും മുട്ടയാണ്. ഒരു ഗോൾ പോലും അടിച്ചില്ല. കുറഞ്ഞു ഗൈസ്, ഞാൻ മാത്രം ഫൈനലി സ്പെയിനിന് ഒരു പോയിന്റ് കിട്ടി. വെള്ളം വയ്ക്കാൻ പറ്റില്ല, രാവിലെ വെള്ളം വയ്ക്കാൻ പറ്റുള്ളൂ. ഫൈനലിയാണ് രാവിലെ വെള്ളം വയ്ക്കാം. തുറങ്ങുവാണല്ലേ 3 മണി. ഫൈനലി നമ്മുടെ സ്പെയിനാണ് ജയിച്ചത്. അച്ഛൻ സ്പെയിനാണ് ജയിച്ചത്, പക്ഷെ അവൾ അർജന്റീനയുടെ ഫാനാണ്. അപ്പം പറയോ ഫാനല്ല ആണ്. നമ്മുടെ സ്പെയിൻ ജയിച്ചത് കാരണം ഞാനിവിടെ ഭയങ്കര സന്തോഷത്തിലാണ്. ചാടമൊന്നും വരുന്നില്ല കാരണം എനിക്കറിയത്തില്ല. അപ്പം ഈ സ്പെയിൻ ജയിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പം സ്പെയിൻ ജയിച്ചത് കാരണം സ്പെയിൻ എനിക്ക് സന്തോഷമാണ്. എനിക്കാണെങ്കിൽ തുള്ളിച്ചാടാൻ വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീക്കുമ്പോഴൊക്കെയാണ് എനിക്ക് 10 മണിക്കാണ് എണീച്ചത്, കാരണം 4 മണിക്കാണ് മാച്ച് വരുന്നത്. 3 മണിക്കാണ് ഗോൾ അടിച്ചത് സ്പെയിൻ. അങ്ങനെ ഒരു പോയിന്റിലാണ് ഗൈസ് നമ്മുടെ സ്പെയിൻ ജയിച്ചത്. അർജന്റീനയ്ക്ക് ഒന്നും കിട്ടിയില്ല. 2 പേരും നല്ല കളിയായിരുന്നു, പക്ഷെ നല്ല വീഴ്ചയാണ് ഇത് വീണത് സ്പെയിന്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ സ്പെയിനാണ് ജയിച്ചിട്ടുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ തുള്ളിച്ചാടാനൊന്നും വരാത്തത് കൊണ്ട്, എനിക്ക് രാവിലെ 10 മണിക്ക് എണീച്ചത് കൊണ്ടും എനിക്ക് ഇപ്പോൾ 1 മണിക്കൂർ കഴിയാറായി, ഫുഡ് കഴിച്ചതേ ഉള്ളൂ. അപ്പം എന്നാലും ഒരു തുള്ളിച്ചാട്ടമൊന്നും വരുന്നില്ല. ഞങ്ങളിപ്പോൾ കളിച്ചിട്ടാണ്, ഇപ്പോൾ കളിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് എന്താ ചെയ്യുക, ഭയങ്കര ശോകം മൂഡിലാണ്. അപ്പോൾ എനിക്കൊന്നും തുള്ളിച്ചാടം വരുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് സെറ്റാവും. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ചെയ്യാറുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ. സ്പെയിനിൻ്റെ ആരുടെ ഫാനാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.